ഇപ്പൊ കഴിഞ്ഞ തവണ ഞാനും മണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനവിടെ പ്രസിഡന്റായിരുന്ന സമയത്ത് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്രോജക്റ്റ് എടുത്തു എന്ന് പറഞ്ഞ രീതിയിൽ കരാട്ടെ പഠിപ്പിക്കാൻ പറ്റുമോ അതിനുള്ള ഒരു പ്രോജക്റ്റ് എടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കാമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. നമുക്ക് പദ്ധതികളിൽ കുട്ടികളുടെ വേണ്ടിയിട്ട് ഇത്ര 5% ഫണ്ട് മാറ്റിവെക്കുന്നു, അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ പരിശോധിച്ചതിന് ശേഷം സംയുക്തമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് സംയുക്തമായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് തന്നെയോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാവുന്ന കാര്യം കുട്ടികൾക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് മാത്രമാണ് എനിക്ക് നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും ഇപ്പം ബ്ലാക്ക് ബെൽറ്റിൻ്റെ തൊട്ട് ദേശീയ താരങ്ങളായി വരട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഇന്നലെ ഓപ്പറേഷൻ തൂഫാനുമായിട്ട് ന്യൂമാൻ കോളേജ് അതിൻ്റെ ഓഡിറ്റോറിയം സ്റ്റേജിൽ കയറി നിന്നപ്പോൾ എനിക്ക് ആ പഴയ കാലം ഒരു ഓർമ്മ. അപ്പം അവിടെ ഒരു പാട്ട് പാടണമെന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. അപ്പം കഴിഞ്ഞു പോയ കാലം ആറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ, ഓർമ്മകളിൽ വീണലിഞ്ഞ് കരയുന്നു ഞാൻ, എൻ്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം ആറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ, ഓർമ്മകളിൽ വീണലിഞ്ഞ് കരയുന്നു ഞാൻ, എൻ്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, പ്രിയേ ദേവതമാർ ചൂടിത്തന്ന പൂ മറന്നു. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, പ്രിയേ ദേവതമാർ ചൂടിത്തന്ന പൂ മറന്നു. ദേവിയായി വന്നണഞ്ഞൊരെന്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്ക് നഷ്ട സ്വർഗമോ. ദേവിയായി വന്നണഞ്ഞൊരെന്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്ക് നഷ്ട സ്വർഗമോ. കഴിഞ്ഞു പോയ കാലം ആറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ, ഓർമ്മകളിൽ വീണലിഞ്ഞ് കരയുന്നു ഞാൻ, എൻ്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. മഞ്ഞലയിൽ തങ്ങി നിന്ന തിങ്കളല്ലയോ, പ്രിയ തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ. മഞ്ഞലയിൽ തങ്ങി നിന്ന തിങ്കളല്ലയോ, പ്രിയ തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ. മനസ്സിനുള്ളിൽ ഊറി വന്നോരെന്റെ രാഗമേ, കരയരുതേ എന്നെയോർത്തു തേങ്ങരുതേ നീ. മനസ്സിനുള്ളിൽ ഊറി വന്നോരെന്റെ രാഗമേ, കരയരുതേ എന്നെയോർത്തു തേങ്ങരുതേ നീ. കഴിഞ്ഞു പോയ കാലം ആറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ, ഓർമ്മകളിൽ വീണലിഞ്ഞ് കരയുന്നു ഞാൻ, എൻ്റെ ഓർമ്മകളിൽ വീണുടഞ്ഞ് പിടയുന്നു ഞാൻ.
ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ജഗത്നാഥ ജഗത്നാഥ ജീവനും മാനസിന്ദു ജനകോടിക്കകാലാരി മധുരബിന്ദു. ജഗത്നാഥ ജഗത്നാഥ ജീവനും മാനസിന്ദു ജനകോടിക്കകാലാരി മധുരബിന്ദു. പ്രഭാതഹാസ വിഭൂഷൺ ശോഭഭാവ പ്രകൃതി സ്വഭാവങ്ങൾ ജഗത്നാഥ ജഗത്നാഥ ജീവസിന്ധു ജന. അടുത്തതായി സ്വാഗതം പ്രസംഗത്തിനായി 8ാം ബ്ലാക്ക് ബെൽറ്റ് കോശി KT ജോർജ് മാഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമയം വളരെ വൈകി, എല്ലാവരും അടുത്തിട്ടുണ്ട്. വലിയൊരു സ്വാഗത പ്രസംഗം പറഞ്ഞു ക്ഷണിക്കുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഷാൻ N. വിജയകുമാർ മാഷ് 7th ഗ്രാൻഡ് ബ്ലാക്ക് ബെൽറ്റാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ. അദ്ദേഹത്തെ ഞാൻ വിനീതമായി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന അബ്ദുൽ ജോൺ സാർ MLA ചീഫ് വിക്ടോറിയാണ്. അദ്ദേഹം വളരെ തിരക്കിനിടയിൽ നമ്മളോട് ആദ്യം പറഞ്ഞിരുന്നു 6:30 എത്താമെന്ന് പറഞ്ഞതാണ്. അതിനിടയിൽ ഒത്തിരി പരിപാടികളും വെട്ടിമാറ്റിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സാറിൻ്റെ ഒരു നല്ല പ്രസംഗവും നമുക്ക് മേലിലും സാറിൻ്റെ സഹായങ്ങൾ വേണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി സാറിനെ ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തത് മുഖ്യപ്രഭാഷകൻ ശ്രീ രാജീവ് ഭാസ്കരൻ, രണ്ടോഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളുടെയും എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നില്ല. എല്ലാ കുട്ടികൾക്കും എന്നെപ്പോലെ തന്നെ നമ്മുടെ പ്രസിഡന്റിനെ പരിചയമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ശ്രീ ജോസഫ് ഇറക്കത്തോട്ടം വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹം നമ്മുടെ പല മീറ്റിങ്ങുകളിലും വന്നിട്ടുണ്ട്. നമ്മൾ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ എത്താറുള്ളതാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യും. ഇത് സന്നികളപ്പുറ ഇളങ്കോശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. കഴിഞ്ഞ ഒരു മീറ്റിങ്ങിലെത്താൻ എത്തില്ല, വരാമെന്ന് പറഞ്ഞെങ്കിലും എന്തോ സൗകര്യം ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് പോയിരുന്നു. അതുകൊണ്ട് ഇന്ന് ഏതായാലും വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തത് നമ്മുടെ അച്ഛന്മാരൂടെ വന്നു. അച്ഛന്മാർക്ക് തിരക്കുണ്ടായിരുന്നു. അവർ വന്ന് നമുക്കൊരു നല്ല ഒരു പ്രസംഗവും ഒരു ദൈവ അനുഗ്രഹം കിട്ടാനുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്തു പോയി. അവരോട് ഞാൻ സ്വാഗതം പറയുന്നു. എന്നാണത് ശ്രീമതി ദീന സിദ്ധാർത്ഥൻ. അവർ ഈ പഞ്ചായത്തിന്റെ വാർഡ് മെമ്പറാണ്. നമ്മുടെ വൈദ്യ മീറ്റിങ്ങില് ഒരു പ്രാവശ്യം വന്നു, ഒരു പ്രാവശ്യം വരാൻ ഒത്തില്ല. പിന്നെ അടുത്തത് ശ്രീമതി ജൈനമ്മ ജോസ്, ദേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഞങ്ങൾ തമ്മിൽ ഒത്തിരി കാലത്തെ പരിചയവും ബന്ധവും. ഏത് പരിപാടി പറഞ്ഞാലും എന്നെ തന്നെ സഹായിക്കുന്നതാണ്.
എന്ത് പരിപാടിക്കും നല്ല രീതിയിലൂടെ തന്നെ സഹകരിച്ച് വേണമെന്ന നിർദ്ദേശങ്ങളും എല്ലാം തരുന്നതാണ് അവരെ ഞാൻ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യും. പിന്നെ ഞങ്ങളുടെ മാത്യു സംസാരി ഇടുക്കി ജില്ലാ പ്രസിഡന്റാണ് അസോസിയേഷന്റെ. ഇന്ന് രാവിലെ മുതലിവിടെ ഉള്ളതാണ്. അവർ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തത് സംസാരി ഡിമിറ്റ് തോമസ്, ഞങ്ങളുടെ ഇടുക്കി ജില്ലാ കരാട്ടെ അസോസിയേഷന്റെ ട്രഷററാണ്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ ചില കാര്യങ്ങളായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ മീറ്റിംഗ് തീർന്നിട്ട് കാണാൻ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ കൃതജ്ഞത പറയാനായി സണ്ണിച്ചൻ സെബാസ്റ്റ്യൻ, റിട്ടയർഡ് പ്രൈവറ്റ് സെക്രട്ടറി ഓഫ് മിനിസ്ട്രി ഓഫ് നാഗനാഥ്, നമ്മുടെ ഈ ക്ലാസിന്റെ തുടക്കം മുതൽ ഇതിന് സ്ഥലം അന്വേഷിക്കാൻ മുതൽ എല്ലാ കാര്യത്തിലും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരാളാണ് സണ്ണിച്ചൻ. സണ്ണിച്ചനെ ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യും. അങ്ങനെ ഇനി അടുത്ത പരിപാടികൾ നടക്കുന്നതിന് വേണ്ടി ഷാജി ഉന്നാലി ഇവിടുത്തെ കർഷക യൂണിയന്റെ ജില്ലാ പ്രസിഡന്റാണ്. എനിക്ക് പരിചയമുള്ള ആളാണ്, എങ്കിലും ഓർക്കപ്പുറത്ത് വന്നത്. പിന്നെ നമ്മുടെ തൊട്ട് താഴെയുള്ള മൊബൈൽ കടയിലെ ചൗക്കത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നിർദ്ദേശം തരികയും ഇവിടെ എന്ത് പരിപാടി നടത്തിയാലും അത് നന്നാകാൻ വേണ്ടി നമുക്ക് നല്ല നിർദ്ദേശങ്ങൾ തരാറുണ്ട്. ഇന്ന് അദ്ദേഹത്തിന് ഇത്തിരി തിരക്കായി പോയി. നമ്മൾ അങ്ങനെ പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തില്ല, അതെന്റെ കുറ്റമാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് മാപ്പ് പറയുന്നു. മേലുള്ള പരിപാടികളിൽ തീർച്ചയായും ക്ഷണിക്കുന്നതാണ്. എങ്കിലും ഞങ്ങളുടെ സ്റ്റേജിൽ വന്നതിന് സന്തോഷം. ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും മണ്ഡലം സ്ഥാനമുണ്ടോ? ഓക്കെ. നമ്മുടെ മുണ്ടക്കാനത്തിൽ ജോണിച്ചേട്ടൻ, ഞങ്ങൾ തമ്മില് നിന്ന പ്രസിഡന്റാണ്. ഞങ്ങള് ഒന്നിച്ച് രാഷ്ട്രീയത്തിലൊക്കെ കുറെ കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അതിനുള്ള കഥയത്തില്ലാത്തതുകൊണ്ട് ഞാനതിൽ നിന്ന് മാറി. ജോണിച്ചേട്ടനൊക്കെ അതിനകത്ത് സജീവമായി പോകുന്നു. ജോണിച്ചേട്ടനെയും ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോയ്സൺ ഓലിക്കൽ എന്നുള്ള ഒരു വ്യക്തി നമ്മളെ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടിയായി. അദ്ദേഹം സ്റ്റേറ്റ് കോൺഗ്രസിന്റെ കോർഡിനേറ്ററാണ്. നമ്മുടെ ഈ ചടങ്ങിലേക്ക് വന്ന് സഹകരിച്ചതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്റ്റേജിലേക്ക് സ്വാഗതം. ത്രോബോൾ അസോസിയേഷൻ പ്രസിഡന്റാണ് നമ്മുടെ ഷൗക്കത്ത് ഖ. അദ്ദേഹം അതിന്റെ ഒരു എന്തൊക്കെയാ നടത്തുന്നത് ജില്ലാ പ്രസിഡന്റാണ്. പിന്നെ ഫുട്ബോൾ അസോസിയേഷന്റെ നല്ല ഏതോ ഒരു പ്രസിഡന്റുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട് അങ്ങേര് നടത്തുന്നത്. അങ്ങേർക്ക് അവിടെ ഒത്തിരി പിള്ളേരെ ഫുട്ബോൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനും ഒരു ഇത് കൊടുക്കാൻ വേണ്ടി വീക്ഷിക്കുന്നു. താങ്ക് യു. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി 8th ബ്ലാക്ക് ബെൽറ്റ് ഹൻഷി എൻ വിജയകുമാർ മാഷിനെ ഇതിലേക്ക് ക്ഷണിക്കുന്നു.
ആദരണീയനായ കേരള നിയമസഭ ചീഫ് പരിപാടിയായ അഭിപ്രായ ജോസഫ് സാർ, നമ്മുടെ മുഖ്യ പ്രഭാഷകനായ ശ്രീ രാജീവ് ഭാസ്കർ ദേശീയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസഫ് പറക്കത്തോട്ട, നമ്മുടെ കരാട്ടെ ഇൻസ്ട്രക്ടർ കോച്ച് കെ.പി. ജോർജ്, കടപ്പുറം ജില്ലാ കരാട്ടെ അസോസിയേഷന്റെ പ്രസിഡന്റ് കെ. ജോസഫ്, വിശിഷ്ട വ്യക്തികളാണ്. നീണ്ട ഒരു പ്രസംഗത്തിന് ഞാൻ വരുന്നില്ല. ഇരിക്കുന്നവരെല്ലാവരും തന്നെ വളരെയേറെ തിരക്കുള്ളവരാണ്. രണ്ട് അച്ഛന്മാർ വന്ന് തിരക്ക് കുട്ടി സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. മലപ്പുറം ദേശീയ കരാട്ടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷകരമായ ഒരു സംഭവമാണ്. അത് മലപ്പുറം കരാട്ടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ദേശീയ കരാട്ടെ സ്കൂളിനെ മൊത്തത്തിലും ഇടുക്കി ജില്ലാ കരാട്ടെ അസോസിയേഷനെയും അതേപോലെ തന്നെ കേരള കരാട്ടെ അസോസിയേഷനെയും കൂടി ഒന്നിച്ചു പറയാവുന്ന ഒരു സൗഭാഗ്യമാണ് നമുക്ക് ഐഡിയനാദിലൂടെ നമുക്ക് ലഭിച്ചത്. നമുക്കറിയാം, 2500 കുട്ടികൾ നാഷണൽ ലെവലിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 2500 കുട്ടികൾ പങ്കെടുത്ത മത്സരത്തിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് പങ്കെടുത്ത 50 പേരും മുകളിൽ പങ്കെടുത്ത ടീമിൽ നിന്നും കേരളത്തിൽ ലഭിച്ച 2 മെഡലുകളാണ് 2 ബ്രോൺസ് മെഡലുകൾ. അതിന്റെ അത്രമാത്രം മാറ്റാണ് വരുന്നത്. അതിലൊന്ന് നമുക്ക് ഇടുക്കി ജില്ലയിലൂടെ ഏകദേശം കരാട്ടെ സ്ഥാനം ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ സൂത്രധാരൻ കൂടിയായ കെ.പി. ജോർജ് മാഷിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ന്യൂട്രീഷൻ കരാട്ടെ സ്കൂളിൽ നിന്നും ഇവാന ബിനു, അവരിന ബിനു എന്ന് പറയുന്ന 2 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്ത്. ചെറിയൊരു വ്യത്യാസത്തിനാണ് നമ്മുടെ ഇവാന ബിനു പ്രൈസ് നേടാൻ കഴിയാതെ പോയത്. ഇനി നമ്മുടെ സൗത്ത് ഇന്ത്യൻ മത്സരങ്ങൾ നടക്കാൻ പോകുകയാണ്. ഒക്ടോബർ 3-4 തീയതികളായിട്ടാണ് പോകുന്നു. അതിലെല്ലാവരും പങ്കെടുത്ത് പ്രൈസ് നേടിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും. പിന്നെ നമുക്ക് കഴിഞ്ഞ SSLC പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്കുള്ള ട്രോഫിയിലൂടെ നേരത്തെ നമുക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ നാഷണൽ പങ്കെടുത്ത യാനബിനുവിനും ഐറിനാബിനുവിനും കൊടുക്കാനായി 2 ട്രോഫിയിലൂടെ ഇരിക്കുന്നുണ്ട്. അതിലൂടെ ബഹുമാനപ്പെട്ട സാറ് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഏതായാലും നാഷണൽ ലെവലിൽ വെങ്കല മെഡൽ നേടിയ ഐറിനാബിനുവിനെ ഞാൻ ഏറെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും വേണ്ടി അഭിനന്ദിക്കുന്നു. ഒരു പ്രൈസ് നാഷണൽ ലെവലിൽ ലഭിക്കുമ്പോൾ ഒരു കുട്ടിയുടെ പഠനത്തെ മാത്രമല്ല കാണിക്കുന്നത്, അവരെ പഠിപ്പിച്ച് മുന്നേറ്റി സ്റ്റാൻഡേർഡ് ആക്കിക്കൊണ്ടുവരുന്ന മാസ്റ്റർ അവരെ ആ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ ജില്ലാ തലത്തിലായാലും സ്റ്റേറ്റ് തലത്തിലായിരുന്നാലും കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഇടുക്കി ജില്ലാ അസോസിയേഷൻ അവരുടെ പങ്കതിനകത്തുണ്ട്. അതേപോലെ തന്നെ അതിലൊക്കെ വലുതായി അവരുടെ രക്ഷകർത്താക്കളുടെ ആ കുട്ടികളെ അവിടെ വരെ കൊണ്ടുപോയില്ല, അതിനകത്ത് പങ്കെടുക്കില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ നേട്ടം തോന്നിരിക്കാനാവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഐറിനാബിനുവിന്റെ രക്ഷകർത്താക്കളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കരാട്ടെ വിദ്യാർത്ഥിനി പഠിച്ചു വളരുമ്പോൾ ആ കുട്ടിക്ക് മാത്രമല്ല അതിന്റെ നേട്ടം, ആ പഠിപ്പിച്ച ആശയം നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെയും ഇതോടൊപ്പം അഭിനന്ദിക്കുന്നു. ഞാൻ എന്റെ വാക്ക് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിന്റെ തൽക്കാലം എനിക്കും ഇവിടെ ആങ്കറായിട്ട് നിൽക്കുന്ന കുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ. ദേശീയ കരാട്ടെ സ്കൂളിന്റെ പേരിൽ ഐറിന ബിനുവിന് ഒരു മെമന്റോ കൊടുക്കുന്നതിനാണ് പെരുന്നാൾ സഭയുടെ. കൂടാതെ 5100 രൂപയുടെ ഒരു രാഷ്ട്രവാദി സ്കൂളിന്റെ പേരിൽ. അതോടൊപ്പം തന്നെ ആ കുട്ടിയെ പഠിപ്പിച്ച് ഈ മത്സരത്തിൽ വിജയിപ്പിച്ച് മെഡലുമായി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അഹോരാത്രം പണിയെടുത്ത കെ.പി. ജോർജിനും ഒരു മെമന്റോ എന്ന് പറയുന്നത് 2026 ഒരു നാഷണൽ ലെവലിൽ പ്രൈസ് മേടിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ 2026 ബെസ്റ്റ് കരാട്ടെ ഇൻസ്ട്രക്ടർ എന്നുള്ള ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്.
അതോടൊപ്പം സ്കൂളിന്റെ 5000 രൂപയുടെ ഒരു ക്യാഷ് അവാർഡും ചെയർമാൻ കൊടുക്കുന്നതിനായി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഉയരങ്ങളിലേക്ക് എല്ലാവരും എത്തട്ടെ ആശ്വാസമുണ്ട്. നിങ്ങളുടെ വാക്കുകൾ നടക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ക്ലാസിന്റെ ഒരു ചെറിയൊരു ഡെമോ പോലെ ഒരു അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പം നമ്മുടെ MLA സാറ് പറയുന്നത്. അങ്ങനെ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഉദ്ഘാടന പ്രസംഗം തന്നെ ചെയ്യാനാണ് പറഞ്ഞത്. എല്ലാവരും നന്നായിട്ട് ചെയ്യുക. ഓക്കെ, ലൈറ്റുകളും ജസ്റ്റ് ഇങ്ങോട്ടും ചെയ്യുമോ? Zero direction. S. B. Son. Sit down. S. B. Son. Look. Sit on the side. S. B. Son. Up. Hold your hand. Bend forward and backward. S. B. Side. Side. Yes. Knee. Hands there. Yes. Knee. Side. Full rotation. Yes. Knee. Side. Left over stretching. Yes. Knee. Stand aside, splitting. Yes. Right side. One front. Up. Stand aside, left right. Yes. Knee. Son. Right side. Yes. Knee. Side, right side. Yes. Knee. Join. Come on. You guys go on. Right. Yes. B. Stop. C. Up. Shoot. Stop. Great. Stand outside. 20. 10. 10. 5. Okay. 20 darling. Yes. Knee. Son. Time front. Lower block, upper block, fine. Yes. Punches out here. Knee. Son. G. Side kick. Yes. Knee. Son. C. And last side round of kick. Yes. Knee. Son. Okay, wait. നെഞ്ചൊക്കെ ചെയ്യുന്നവരെ പെട്ടെന്ന് നെഞ്ചൊക്കെ എടുത്തിട്ട് വരാം. റൈറ്റ്. ബാക്കിയുള്ളവർ സൈഡിൽ മാറിയിരിക്കുക. Okay.
ऑलरेडी लाइट सारा बैठ ओके बैठ रेडी है रेडी वन वाला बढ़िया बारी हो गई दिया आदिनाथ ये बारी हो गई बाय ready കിക്കിന്റെ സെറ്റിന്റെ കപ്പിൽ ഓപ്പറേഷൻ ready yes B go yes yes start बाकी मारेगा आदिवासी रेडी कौन मारी दे गाना रेडी स्टार्ट है नहीं हो Okay, ready? Ready? എല്ലാവരും സൈഡിൽ അപ്പുറം നോക്കുന്നുണ്ടോ? Ready? Ready? Okay. Start. Hey. Hey.
അടുത്ത വിശാഖു എന്ന് പറഞ്ഞൊരു കഥയാണ് ചെയ്തത്. ഞങ്ങളുടെ ചെറിയൊരു ഡെമോയായിരുന്നു, പിള്ളേർക്ക് നടത്തായിരുന്നു. ഓക്കെ, അത് ജസ്റ്റ് എല്ലാവരും ലൈനിലേക്ക് കയറി വയ്ക്കുക, മ്യൂസിക്കൊക്കെ അവിടെ സൈഡിൽ വെച്ചിട്ട് വരിക. ഓക്കെ, അതിനായി ഒരു ഉജ്ജ്വലമായ ഒരു മാർഷൽ ആർട്സ് പ്രകടനം നടത്തിയ
ഖാൻ ഷിഫ കരാട്ടെ സ്കൂളിലെ മാർഷൽ ആർട്സ് അക്കാദമിയിലെ ഈ യുവ പ്രതിഭകൾക്ക് ഒരു വലിയ കയ്യടി എന്ന് ഉണർന്നിരുക. ചെറുപ്പകാലത്ത് കുറച്ച് കരാട്ടെ ഒക്കെ പഠിക്കേണ്ടതായിരുന്നു അല്ലേ. ഇന്ന് നിങ്ങളുടെ ദേശീയ കരാട്ടെ താരങ്ങളെയും അതുപോലെ SSLC +2 വിജയികളെയൊക്കെ ആദരിക്കുന്ന ഈ ഒരു ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന ഹൻഷിയൻ വിജയകുമാർ, വേദിയിലുള്ള ഇലന്തേശൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജീവ് ഭാസ്കർ, സമയം നൽകിയുണ്ട് എല്ലാവരും വരുവാനുള്ള ശ്രീ ജോസഫ് അറക്കത്തോട്ടം, മണ്ണപ്രധാന പഞ്ചായത്ത് പ്രസിഡന്റ്, ഇലന്തേശൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജനമ്മ ജോസ്, സണ്ണി കളപ്പുര ഉൾപ്പെടെ ശ്രീമതി ദീന സിദ്ധാർത്ഥൻ ഉൾപ്പെടെ വേദിയിലുള്ള ബഹുമാനായ ജനപ്രതിനിധികളെ, വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരെ, ഇവിടെയുള്ള കരാട്ടെ ഇൻസ്ട്രക്ടേഴ്സ്, മാസ്റ്റേഴ്സ്, അതുപോലെ ഇവിടെ സന്നിധാനിക്കുന്ന മാതാപിതാക്കളെ, ഇവിടെ നല്ല ഉജ്ജ്വലമായ രീതിയിൽ കരാട്ടെ പ്രകടനം നടത്തിയ ഇവിടുത്തെ സ്റ്റുഡൻസ്, പ്രിയ കുഞ്ഞുമക്കളെ, അതുപോലെ എനിക്ക് നമ്മുടെ ഭാവി തലമുറയെക്കുറിച്ച് വളരെ പ്രതീക്ഷയുണ്ട്. ഇത് കണ്ടപ്പോൾ ഇന്നത്തെ നാഷണൽ ലെവലില് ഇന്ന് ഐറീന ബിനു വെങ്കല മെഡൽ നേടിയെങ്കിൽ ഇനി ലോക കരാട്ടെ ഭൂപടത്തില് നമ്മുടെ ഇന്ത്യയുടെ യശസ് ഉയർത്തുവാൻ വേണ്ടി ഈ വണ്ണപ്രതിയിൽ നിന്ന് യുവപ്രതിഭകളെ നമ്മുടെ ഈ മേഖലയിലേക്ക് ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുന്നു. ഇവരെ ഇന്ന് ഈ കാലഘട്ടത്തില് എല്ലാവരും +2 അല്ലെങ്കിൽ 10ാം ക്ലാസ്സും +2 പരീക്ഷയിലൊക്കെ ഇന്ന് ഈ മെറിറ്റ് ഡേകളുടെ പ്രതിഭാ സംഗമങ്ങളുടെ കാലഘട്ടമാണ്. എവിടെ പോയാൽ നമുക്കറിയാം ധാരാളം കുട്ടികൾ ഇന്ന് +2 അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലുമൊക്കെ ഫുൾ A+ വാങ്ങി സമൂഹത്തിലുണ്ടാവും. പക്ഷേ പണ്ട് കാലത്തെ അപേക്ഷിച്ച് നമുക്കറിയാം ഇന്ന് നാട്ടില് ഫിറ്റ്നസിനെ കുറിച്ചുള്ള അവബോധം, നമ്മൾ എന്ത് പഠിത്തമുണ്ടായാലും എന്ത് ജോലി കിട്ടിയാലും എന്ത് സമ്പാദ്യം ഉണ്ടായാലും ആരോഗ്യമില്ലെങ്കിൽ അതൊന്നും അനുഭവിക്കാനുള്ള അല്ലെങ്കിൽ ആസ്വദിക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകത്തില്ല എന്നൊരു അവബോധം ഇന്ന് പതിയെ പതിയെ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ നിന്നും മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ ഈ ഡീപ്പോൾ സ്കൂളിലാണ് 10ാം ക്ലാസ് പാസ്സായത്. ഞാൻ അവിടെ സ്കൂളിലെ ബാസ്കറ്റ്ബോൾ ടീം അംഗമായിരുന്നു, അത്ലറ്റിക്സിലും ഉണ്ടായിരുന്നു. ഞാൻ 100 മീറ്റേഴ്സും ലോങ് ജമ്പും ട്രിപ്പിൾ ജമ്പും ഹൈ ജമ്പും ഒക്കെ അന്ന് സ്പോർട്സിൽ വളരെ നന്നായിട്ട് അന്ന് പങ്കെടുക്കുമായിരുന്നു. ഈ സ്കൂളുകളെല്ലാം ഇതിൽ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. പക്ഷെ ഇന്ന് എല്ലാവരും അതിൽ നിന്നൊക്കെ മാറി കുട്ടികൾക്ക് അക്കാഡമിക്സ് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യത്തിൽ അത് കുട്ടി മാതാപിതാക്കളാണെങ്കിലും സ്കൂളുകളായാലും ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഈ വണ്ണപ്പുറത്ത് വളരെ നല്ല രീതിയിൽ ഇത്രയധികം കുട്ടികളെ ഈ ഒരു ഫിറ്റ്നസിന്റെ ലോകത്തേക്ക്, കരാട്ടയുടെ ലോകത്തേക്ക് കൈപിടിച്ചു വരുത്തുന്ന ഇതിന്റെ ഈ ശ്രീ M വിജയകുമാർ ഉൾപ്പെടെ ശ്രീ KT ജോർജ് ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള ഇതിന്റെ ഭാരവാഹികളെ, ഈ ഇൻസ്ട്രക്ടേഴ്സിനെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. കാരണം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമുക്കറിയാം ഇന്ന് ജങ്ക് ഫുഡിന്റെയും അതുപോലെ തന്നെ മറ്റ് മൊബൈൽ ഫോണുകളുടെ ഒക്കെ കാലഘട്ടമാണ്. ഇന്ന് നമുക്കറിയാം ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ കേരളത്തിലുടനീളം 14 ജില്ലകളിലും ഇത് വിജയകരമായി ഇന്ന് ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുക. അതിലൊക്കെ ഒന്നും വഴുതിപ്പോകാതെ കുട്ടികൾക്ക് അവരുടെ എനർജി, അത് ഉള്ളിലുള്ള എനർജി, അതിനൊരു വലിയ ഔട്ട്പുട്ടാണ് ഈ പറയുന്ന കരാട്ടെ പരിശീലനം പോലെയുള്ള കായിക വിനോദങ്ങളും പരിശീലനങ്ങളും. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ ഡിസിപ്ലിൻ ഉണ്ടാകുക, നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിനുമൊക്കെ ഈ കരാട്ടെ ഒരു വലിയ സഹായകമാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. നമുക്കറിയാം നമ്മുടെ പരമ്പരാഗത നമ്മുടെ കളരി അറിയാം, നമ്മുടെ കളരി അഭ്യാസം. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്നുള്ള കളരി ആശാന്മാരാണ് ചൈനയിലൊക്കെ പോയി അതിന് പണ്ട് ചൈനീസ് ട്രേഡിംഗ് നമ്മുടെ നാട്ടിൽ നടന്ന കാലത്ത് കരാട്ടയുടെ ഒക്കെ ഉത്ഭവം ഇതൊന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ഇവിടെ ഇങ്ങനെ കരാട്ടെ പരിശീലനം നടത്തുന്ന ഈ ഇവിടുത്തെ ഈ കുഞ്ഞ് പ്രതിഭകളെ ഞാൻ ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. ജീവിതത്തിലെ വലിയ വലിയ വിജയങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദേശീയ കരാട്ടെ താരങ്ങളായ ശ്രീ ഐറീന ബിനുവും മറ്റേ പട്ടക്കുട്ടി വരുന്ന ഇവാന ബിനു, ഞാൻ ഐറീന ബിനു വെങ്കലമെഡൽ പോയി ഇവാന ബിനുവിന് ചെറിയ ഒരു മത്സരത്തില് മെഡൽ നഷ്ടപ്പെട്ടു എന്നറിയുന്നു. അതുപോലെ തന്നെ +2 പരീക്ഷയിലും SSLC പരീക്ഷയിലുമൊക്കെ ഉന്നത വിജയം നേടിയ ഇവിടുത്തെ സ്റ്റുഡൻസിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്.
സമയം വൈകിട്ടുണ്ട്. ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ജീവിതത്തില് വലിയ വലിയ വിജയങ്ങൾ നിങ്ങളുടെ തേടിയെത്തട്ടെ. മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതയാത്രയിൽ എല്ലാവരും ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് മേഖലയിൽ നിങ്ങൾ പ്രവർത്തിച്ചാലും നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകട്ടെ. ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ താണ്ടുവാൻ, വലിയ വലിയ വിജയങ്ങളിൽ എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നിവിടെ ഈ ദേശീയ കരാട്ടെ താരങ്ങളെയും SSLC പ്ലസ് 2 വിജയികളെയും ആദരിക്കുന്ന ഈ ചടങ്ങ് നിങ്ങളുടെ ഏവരുടെ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി ഇവാന ബിനുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം കരസ്ഥമാക്കിയ ഐറീന ബിനുവിന്റെ കരാട്ടെ മാസ്റ്റർ ഹൻഷി KT ജോർജ് മാഷിനെ സ്കൂളിന്റെ ഈ വർഷത്തെ ബെസ്റ്റ് ഇൻസ്ട്രക്ടർ അവാർഡ് ക്യാഷ് പ്രൈസ് നൽകുന്നതിനായി MLA I am a Tufan warrior. I am a Tufan warrior.